സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ തുടച്ചു മാറ്റാം ഈ പാക്കിലൂടെ. എന്താണ് സംഭവം എന്ന് പറയാം. നമ്മുടെ സ്കിൻ നമ്മൾ എപ്പോഴും സ്മൂത്ത് ആയിട്ട് നല്ല തിളക്കം വെച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും നല്ലപോലെ തിളക്കം വെപ്പിക്കാനും ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് ഇതുപോലെ തിളക്കം വെക്കുന്ന സ്കിൻ നേടിയെടുക്കാം, അതും 1 മിനിറ്റിൽ തന്നെ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും വെട്ടിത്തിളങ്ങാനും സഹായിക്കുന്ന ഒരു കിടിലൊരു കാര്യം. ഇതൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. എന്താണ് സംഭവം എന്നുള്ളതും അത് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്ക് കാണാം. അതിലേക്ക് പോകാം. നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ? അതിനു വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലാക്സ് സീഡ് പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഫ്ലാക്സ് സീഡ് പൗഡറിൽ നിന്ന്. 1 ടേബിൾ സ്പൂണോളമാണ് നമുക്ക് ഫ്ലാക്സ് സീഡ് പൗഡർ ചേർക്കേണ്ടത്. അതിനുശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറുപയറ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുപയറ് പൊടി നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കി സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെറുപയറ് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നിറം വെപ്പിക്കാനും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തേൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഹണി അങ്ങനെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കട്ടയായിട്ട് ഇരിക്കുന്നത്. ഹണി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റോ മിൽക്കാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളമാണ് ചേർക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ബാക്കി വരുന്ന ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ടും കൂടി കാണിക്കാം. ഞാനിവിടെ മുട്ടിൻ്റെ ഭാഗത്താണ് ഇടുന്നത്. ഇതേപോലെ നിങ്ങൾ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. നല്ല പോലെ മുട്ടിൻ്റെ ഭാഗത്ത് കറുപ്പുണ്ട്, അവിടേക്കാണ് ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റിന് ശേഷം ആ ഒരു ഏരിയയിലെ കറുപ്പെല്ലാം നല്ല പോലെ തുടച്ചു മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ലൈവ് ചേഞ്ചസ് കണ്ടല്ലോ? ആ ഒരു പാക്കൊക്കെ തയ്യാറാക്കിയത് കണ്ടോ? നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുമല്ലോ. എന്റെ സ്കിൻ നല്ലപോലെ എനിക്ക് സ്മൂത്ത് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.